ഹായ് മക്കളെ, ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് സാറേ, +2 കെമിസ്ട്രി ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെ ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് മക്കൾക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്തത്. മക്കളെ, നമ്മൾ ഓണം എക്സാമിന് നിങ്ങൾക്കറിയാം, ഓണം എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ റിവിഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാദ്യം മക്കൾ ചാപ്റ്ററുകളെ കുറിച്ച് ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എടാ, ഓണം എക്സാമിന് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്, 2 ഇലക്ട്രോ കെമിസ്ട്രി, 3 കെമിക്കൽ കൈനറ്റിക്സ്, 4 D&F ബ്ലോക്ക് എലമെന്റ്സ്. എടാ, ഇതില് മക്കൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ആണ് സൊല്യൂഷൻസും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയും. നിങ്ങൾ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട 2 ചാപ്റ്ററാണ് നിങ്ങളുടെ സൊല്യൂഷൻസും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയും. ഈ 2 ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 18 to 20 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സൊല്യൂഷനിൽ നിന്നും ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും. പിന്നീട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണ്ട എന്നല്ല, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ തന്നെയാണ്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് എങ്ങനെ പോയാലും ഒരു 15 to 19 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. വളരെ കുറച്ച് മാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് D&F ബ്ലോക്ക് എലമെന്റ്സ്. അത് എല്ലാ സമയത്തും അങ്ങനെയാണെന്നല്ല, പക്ഷെ പൊതുവെ 4ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് 3 ചാപ്റ്ററിന്റെ അത്ര പ്രയോറിറ്റി നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. 4ാമത്തെ ചാപ്റ്റർ ആയ D&F ബ്ലോക്ക് എലമെന്റ്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മക്കള് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ഡീപ്പായിട്ട് പഠിക്കേണ്ടത് സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും, പിന്നീട് പ്രയോറിറ്റി കെമിക്കൽ കൈനറ്റിക്സിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നും ചോദിക്കാം, D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും ഉണ്ടാവാം. അപ്പൊ മക്കൾ ആ രീതിയിൽ വേണം ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് സാറേ ഇതൊക്കെ ചെയ്യുക? സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തിയറിയും ഉണ്ടാവാറുണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ടാവാറുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിൽ അതിൽ തിയറി പ്ലസ് ന്യൂമറിക്കൽ ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് അധിക കുട്ടികൾക്കും കുറച്ച് ടഫുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്രയോറിറ്റി കൊടുത്ത് വേണം പഠിക്കാൻ. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് മിക്കവാറും പ്രോബ്ലംസ് ആണ് അധികം ഉണ്ടാവുക, തിയറി ഉണ്ടില്ല എന്നല്ല, പക്ഷെ പ്രോബ്ലമാറ്റിക് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. D&Fൽ നിന്ന് ഷുവറായിട്ടും തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ആ രീതിയിൽ വേണം ചാപ്റ്ററുകൾ പ്ലാൻ ചെയ്യാൻ. മക്കളെ, എങ്ങനെ ഇത് പ്ലാൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ ചാപ്റ്ററും ഞാൻ പഠിച്ചോ എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കടാ, ഫോക്കസ് ഓൺ മെയിൻ കൺസെപ്റ്റാണ്. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഏതൊരു എക്സാം എടുത്താലും, ഇനി എത്ര ടഫുള്ള എക്സാം ആയിക്കോട്ടെ, അതിലെങ്ങനെ പോയാലും ഒരു 60-70% സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ എത്ര ടഫുള്ള എക്സാം ആയാലും ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇത്രയും കാലം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ, അല്ലെങ്കിൽ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആവും. ബാക്കി ഒരു 30% ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ടാവുള്ളൂ, ടഫായിട്ട് അല്ലെങ്കിൽ മീഡിയം ലെവലിലൊക്കെ ഉണ്ടാവുള്ളൂ. ഈസി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ കൺസെപ്റ്റുകൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, അത് ഇമ്പോർട്ടൻ്റാണ്. അതായത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള, അപ്പോൾ ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലാണെങ്കിൽ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാതിരിക്കരുത്, അത് എന്തും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കണം. അതുകൊണ്ട് മെയിൻ കൺസെപ്റ്റുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഷോർട്ട് നോട്ടുകൾ. എടാ, നമ്മൾ ഏതൊരു കണ്ടന്റും നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുക ഷോർട്ട് നോട്ട് വെച്ചിട്ടാണ്. വലിയൊരു നോട്ട് കണ്ടാൽ നമുക്ക് തന്നെ അത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഷോർട്ട് നോട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക ഓരോ ചാപ്റ്ററിൻ്റെയും. മൂന്നാമത്തെ കാര്യം, PYQ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് തരാറ്. അതിൻ്റെ അപ്പുറം 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും ചോദിക്കുക മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. അപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റിവിഷൻ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് റിവൈസ് ചെയ്യണം. ഒരു വട്ടം പഠിച്ചെന്ന് വെച്ച് ആരെ മൈൻഡിലും ഒരു ചാപ്റ്റർ നിൽക്കൂല, അത് മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പ്രോപ്പർ ആൻസർ റൈറ്റിംഗ്, അതായത്
ഒട്ടുമിക്ക കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ്. സാർ ഞാൻ എല്ലാ കണ്ടന്റും പഠിച്ചു, പക്ഷെ മാർക്ക് ഷീറ്റ് ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ എനിക്ക് മാർക്ക് കുറവ്. നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രമല്ല, അത് പേപ്പറിൽ എഴുതുന്നതിനും മാർക്കുണ്ട്. പേപ്പറിൽ എഴുതിയാലാണല്ലോ നിങ്ങൾക്ക് മാർക്ക് എത്ര എന്ന് പറയാൻ പറ്റുക. അപ്പം പേപ്പറിൽ പ്രോപ്പറായിട്ട് ആൻസർ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണോ ചോദിച്ചത് ആ കണ്ടന്റ് കുറേ എഴുതലല്ല, എന്താണോ ചോദിച്ചത് കെമിസ്ട്രിക്ക് അങ്ങനെയാ, ആ കണ്ടന്റ് വൃത്തിക്കയിൽ ഉണ്ടായിരിക്കണം. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുക. അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലമാറ്റിക് സെക്ഷനൊക്കെ ആണെങ്കിൽ മക്കളത് ചെയ്ത് തന്നെ പഠിക്കണം. ഈ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സിലൊക്കെ പ്രോബ്ലം കൂടുതലാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ മക്കൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കണം. തിയറി വായിച്ച് പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് ഒക്കെ, ഇക്വേഷൻസ് ഒക്കെ മക്കൾ എഴുതി തന്നെ വൃത്തിക്ക് അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. എടാ, ഈ ഓണം എക്സാം പ്രധാനപ്പെട്ടതാ. നിങ്ങളെ വിലയിരുത്താൻ പോകുന്നത് ഈ ഓണം എക്സാം വെച്ചിട്ടാ. ഇപ്പം സ്കൂളിലെ ഫസ്റ്റ് എക്സാം ആണ് മക്കൾ. ആ രീതിയിൽ തന്നെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കി തുടങ്ങണമെന്നുള്ളതാണ്. ഇനി മക്കളെ, അതിന് വേണ്ടിയിട്ട് നമ്മളെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്, ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച്. ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് എന്ന് കേട്ടിട്ട് ഇത് ഓണം എക്സാമിന് മാത്രമുള്ള ബാച്ചാണോ? അല്ല, ഇത് നിങ്ങൾക്ക് ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബാച്ചാണ്. എടാ, ഇപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ ജൂലൈ 29 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മക്കൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ആവശ്യമുള്ള കംപ്ലീറ്റ് കണ്ടന്റും പ്ലസ് നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ കിട്ടുന്ന ബാച്ചാണ്. പ്രോപ്പറായ മെൻറ്റർഷിപ്പ്, ലൈവ് ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസ്. എടാ, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഫാക്കൾട്ടീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഫ്യൂച്ചേഴ്സും നിങ്ങളുടെ ഓണം എക്സാമിന് ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടാവും. ഇപ്പോഴും സാർ ഒരു ഐഡിയ ഇല്ല, ഒരു ബേസും ഇല്ല. എടാ, നിങ്ങൾ പേടിക്കണ്ട. എടാ, നമ്മുടെ ബാച്ച് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബേസും ഇല്ലാത്ത മക്കൾക്ക് വരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ജൂലൈ 29 നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. നിങ്ങൾ ഇപ്പം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മാക്സിമം അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇപ്പം തന്നെ പഠിക്കുക. കെമിസ്ട്രി വളരെ നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഇപ്പം നമുക്ക് ഓണം എക്സാമിന് 4 ചാപ്റ്ററാണ്, 4 അത്യാവശ്യം ലെങ്തിയാണ്. അപ്പം അതുകൊണ്ട് പ്രോപ്പറായ ഐഡിയ വെച്ച്, പ്രോപ്പറായ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ആ ചാപ്റ്ററുകളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കുക.